കേരളം ബേസ്ഡ് ആയിട്ട് പുതിയ 2 വിമാന കമ്പനികൾ വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് നമ്മളുടെ ഈ വീഡിയോയുടെ ആധാരം എന്ന് പറയുന്നത്. അതിനുമുമ്പ് മറ്റൊരു കാര്യം, ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വേഗത വളർന്നുകൊണ്ടിരിക്കുന്ന വ്യോമയാന വിപണി. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും നമ്മളുടെ ഇന്ത്യക്കകത്ത് ഡൊമസ്റ്റിക് ലെവലിലും കോടിക്കണക്കിന് സഞ്ചാരികളാണ് വർഷം തോറും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിലും പുതിയ വിമാന കമ്പനികൾ വരാനുള്ള കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ പുതിയതായിട്ട് വരാൻ പോകുന്ന വിമാന കമ്പനിയുടെ പേര് എയർ കേരള എന്നാണ്. ഈ എയർ കേരള 2005 കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ സംരംഭമാണ്. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. അപ്പൊ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം മലയാളി വ്യവസായികൾ ഈ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി വരികയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അതിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ അവർക്കിപ്പോ എല്ലാ ലൈസൻസും നമ്മളുടെ വ്യോമയാന മന്ത്രാലയം അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ആദ്യത്തെ വിമാനം മാർച്ചോടുകൂടി കേരളത്തിൽ എത്തിച്ചേരും. ഈ വർഷം പകുതിയോടുകൂടി അവർ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. കൊച്ചി ബേസ്ഡ് ആയിട്ടാണ് വിമാന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കേരളത്തിലെ തിരുവനന്തപുരം, കാലിക്കറ്റ്, കൊച്ചി, കണ്ണൂർ എയർപോർട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും സർവീസുകൾ. പിന്നെ അവർ അടുത്ത വർഷത്തോടുകൂടി ഗൾഫിലേക്കുള്ള സർവീസുകളും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വിമാന കമ്പനി മറ്റൊരു കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള വിമാന കമ്പനിയാണ്. അതും മലയാളികളാണ് തുടങ്ങുന്നത്. അൽ ഹിന്ദ് എന്നാണ് ആ വിമാന കമ്പനിയുടെ പേര്. ഏതാണ്ട് 20,000 കോടിയുള്ള ആസ്തിയുള്ള ടേൺ ഓവർ ഉള്ള ഒരു ഗ്രൂപ്പാണ് അൽ ഹിന്ദ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കും ഈ വിമാനങ്ങൾ മാർച്ചോടുകൂടി എത്തിച്ചേരുമെന്ന് പറയപ്പെടുന്നത്. ഈ വർഷം പകുതിയോടെ അവരും സ്റ്റാർട്ട് ചെയ്യും. അവരും ആദ്യം ആഭ്യന്തരമായിട്ട് കേരളത്തിനകത്തായിരിക്കും യാത്രകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വർഷത്തോടുകൂടിയായിരിക്കും ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ അൽ ഹിന്ദ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ കേരളത്തിനകത്തും പിന്നീട് ഇന്ത്യക്കകത്തും ആഭ്യന്തര വിമാന സഞ്ചാരത്തിന് വലിയൊരു ത്രസ്റ്റാണ് ഇത്തരത്തിലുള്ള പുതിയ വിമാന കമ്പനികളുടെ സ്റ്റാർട്ടിംഗ് വഴി നമുക്ക് കൈവരുന്നത്. അപ്പം ഗൾഫിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന ഗൾഫിലേക്കാണ്. അവിടേക്കുള്ള യാത്ര കൂടുതൽ അഫോർഡബിൾ ആവാനും ഇത്തരത്തിലുള്ള വിമാന കമ്പനികളുടെ സ്റ്റാർട്ടിംഗ് സഹായിക്കും. പിന്നെ ഇന്ത്യ മുഴുവൻ എടുക്കുകയാണെങ്കിൽ 3ാമതൊരു വിമാന കമ്പനികളുടെ വരുന്നുണ്ട്. ഷങ് എയർലൈൻ എന്ന വിമാന കമ്പനിയുടെ പേര്. അത് ഉത്തർപ്രദേശിലെ ലക്നൗ ബേസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതും ആദ്യം ആഭ്യന്തര സഞ്ചാരത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പിന്നീടായിരിക്കും വിദേശത്തേക്കുള്ള സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.